വെൽക്കം ടു ബോട്ടണി ക്ലാസ്. +1 ബോട്ടണിയിലെ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഓക്കെ, സെൽ സൈക്കിളും പിന്നെ സെൽ ഡിവിഷനെ കുറിച്ചുമാണ്, അതായത് കോശചക്രവും കോശവിഭജനവും എന്ന ചാപ്റ്ററാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? കോശവിഭജനമാണ്. ഓക്കെ, അതായത് നമുക്കറിയാം നമ്മൾ ഉൾപ്പെടുന്ന ജീവിവർഗങ്ങൾ, എല്ലാ ജീവികളും ഉത്ഭവിക്കുന്നത് ഒരു ഏകകോശത്തിൽ നിന്നാണ്, അല്ലേ? ഓക്കെ, ലൈഫ് സ്റ്റാർട്ട് ഫ്രം എ സിംഗിൾ സെൽ. പിന്നെ ഇത്ര വലിയ ജീവികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലേ? അതായത് വളർച്ചയും പ്രത്യുൽപാദനവും ജീവനുള്ള കോശത്തിൻ്റെ സവിശേഷതകളാണ്. ഇത് എല്ലാ ജീവികൾക്കും ബാധകവുമാണ്. റിപ്രൊഡക്ഷൻ്റെ സമയത്ത് ഓരോ മാതൃകോശവും വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന പുത്രികാ കോശങ്ങൾ വീണ്ടും വളർന്ന് വിഭജിച്ച് കോശസമൂഹം ഉണ്ടാകുന്നു. അങ്ങനെ ഗ്രോത്ത്, ഡിവിഷൻ എന്നിങ്ങനെയുള്ള ഒരു സൈക്ലിക് പ്രോസസ്സ് വഴി ഒരു കോശത്തിൽ നിന്ന് കോടിക്കണക്കിന് കോശങ്ങൾ ഉള്ള ഒരു ഘടന രൂപം കൊള്ളുന്നു. അപ്പം ഇങ്ങനെയാണ് ഓരോ ജീവികളും വളരുന്നത്, അല്ലെ? അവരുടെ ഗ്രോത്ത് സംഭവിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഈ ഒരു പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് സെൽ. അതായത് വളർച്ച, വിഭജനം, ഓക്കെ, വളർച്ച, പ്രത്യുൽപാദനം എന്നുള്ളത് ലിവിങ് സെൽസിൻ്റെ, ജീവനുള്ള കോശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദ മെക്കാനിസംസ് ഓഫ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് സെൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ സെൽ റീപ്രൊഡക്ഷൻ എന്നാൽ എന്താണ്? ദ മെക്കാനിസംസ് ഓഫ് ഡിവിഷൻ, അതായത് കോശ വിഭജനത്തിൻ്റെ മെക്കാനിസവും, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെല്ല്, അതായത് ഈ ഒരു കോശ വിഭജന സമയത്ത് സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ, ഇരട്ടിക്കൽ എന്നിവയെല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സാണ് എന്ത്? സെൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം ജീവജാലങ്ങളിലെ ഒരു പ്രധാന പ്രക്രിയയാണ് കോശവിഭജനം ഓർ സെൽ ഡിവിഷൻ. ഈ ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്തുണ്ടാവുന്നുണ്ട്? അവിടെ ഒരു DNA റെപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സെൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സെൽ ഡിവിഷൻ, DNA റെപ്ലിക്കേഷൻ, സെൽ ഗ്രോത്ത് എന്നിവ ക്രമാനുഗതമായി നടക്കുന്നത് ശരിയായ ഒരു കോശ വിഭജനം ഓർ സെൽ ഡിവിഷനും കൃത്യമായ ജനിതക വസ്തുക്കളുടെ പുതിയ കോശങ്ങളുടെ നിർമ്മിതിക്കും സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പ്രോസസ്സൊക്കെ നടക്കുന്നത് എന്തിനുള്ളതും കൂടിയാണ്? ഒരു പുതിയ കോശങ്ങൾ, പുതിയ സെല്ലുകളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഒരു സെല്ലിലെ ജനറ്റിക് മെറ്റീരിയൽസ്, അതിൻ്റെ റിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ സെല്ലിലെ മറ്റു വസ്തുക്കളുടെ നിർമ്മാണം, പിന്നീട് സെല്ലിൻ്റെ വിഭജനത്തിലൂടെ 2 പുത്രികാ കോശങ്ങൾ രൂപീകരണം എന്നീ പ്രവർത്തനങ്ങൾ ക്രമാനുഗതമായി നടക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കോശചക്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ, then the cycles of growth and division allow a single cell to form structure consisting of millions of cells. ഓക്കെ, അപ്പോൾ ഈ സെല്ലിൻ്റെ ഈ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നടന്ന് എത്ര മില്യൺസ് ഓഫ് സെൽസ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് സെൽ സൈക്കിൾ. സെൽ ഡിവിഷൻ, DNA replication and cell growth have to take place in a coordinated way to ensure correct division of formation of progeny of cells. ഓക്കെ, അതായത് മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ജീവജാലങ്ങളിലെ ഒരു മെയിൻ പ്രോസസ്സാണ് എന്ത്? സെൽ ഡിവിഷൻ എന്നുള്ളത്. ഈ സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, അതായത് DNAയുടെ ഇരട്ടിക്കൽ നടക്കുന്നുണ്ട്, സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, അതായത് കോശ വളർച്ച നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എല്ലാതും കൂടെ, ഈ ഒരു എല്ലാ പ്രോസസ്സും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നുണ്ട്? ഒരു പുതിയ പുത്രികാ കോശങ്ങളൊക്കെ അവിടെ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, പ്രോജനി സെൽസ് മീൻസ് പുത്രികാ കോശങ്ങൾ. ഇറ്റ് ഈസ് ദ ലൈഫ് പീരീഡ് ഓഫ് സെൽ ഡ്യൂറിങ് വിച്ച് എ സെൽ സിന്തസൈസസ് DNA, grows in size and divide into 2 daughter cells.
ഡ്യൂറിങ് ദ സെൽ ഡിവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൽ ഡിവിഷൻ്റെ സമയത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? ജനിതക വസ്തുക്കളുടെ ഇരട്ടിക്കൽ നടക്കുന്നുണ്ട്, കോശത്തിലെ മറ്റു വസ്തുക്കളുടെ നിർമ്മാണം, തുടർന്ന് കോശത്തിൻ്റെ അതായത് സെല്ലിൻ്റെ സെൽ ഡിവിഷനിലൂടെ 2 പ്രോജനി സെൽസ് അതായത് പുത്രികാ കോശങ്ങളുടെ രൂപീകരണം എന്നീ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ഈ ഒരു പ്രവർത്തനങ്ങളെയാണ് ഉണ്ടാകുന്ന ആ ഒരു ക്രമാനുഗതമായി നടക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്, ഓർ കോശചക്ര എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫേസസ് ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൻ്റെ ഫേസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സെൽ സൈക്കിൾ എന്താണ്, അതായത് കോശചക്രം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഫേസസുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ ക്യാൻ വാരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. അതായത് ഓരോ സെൽ സൈക്കിളിൻ്റെയും ഡ്യൂറേഷൻ അതായത് സമയപരിധി വിവിധ ജീവികളിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. വിവിധ ജീവികളിലും അവയുടെ വ്യത്യസ്ത കോശങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെൽ സൈക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ബേസിക് ഫേസ്, ഇൻ്റർഫേസ് ആൻഡ് എം ഫേസ്. അതായത് നമ്മുടെ സെൽ സൈക്കിളിനെ 2 അടിസ്ഥാന ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്നാമത്തേതാണ് എന്ത്? ഇൻ്റർഫേസ് ആൻഡ് രണ്ടാമത്തത് എം ഫേസ്. ഇൻ്റർഫേസ്, എം ഫേസ്. അപ്പോൾ സെൽ സൈക്കിളിനെ 2 അടിസ്ഥാന ഘട്ടങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു, ഇൻ്റർഫേസ് ആൻഡ് എം ഫേസ്. The M phase represents the phase when the actual cell division or mitosis occurs, and the interphase represents the phase between 2 successive M phases. അതായത് യഥാർത്ഥ സെൽ ഡിവിഷൻ ഓർ മൈറ്റോസിസ് എന്നാണ് പറയാം. യഥാർത്ഥ സെൽ ഡിവിഷൻ നടക്കുന്ന ഘട്ടത്തെയാണ് എം ഫേസ് എന്ന് വിളിക്കുന്നത്. യഥാർത്ഥ സെൽ ഡിവിഷൻ അല്ലെങ്കിൽ മൈറ്റോസിസ് നടക്കുന്ന ഘട്ടത്തെയാണ് എം ഫേസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ 2 എം ഫേസുകൾക്കിടയിലുള്ള ഘട്ടമാണ് ഏത്? 2 എം ഫേസുകൾക്കിടയിലുള്ള ഘട്ടമാണ് ഇൻ്റർഫേസ്. The M phase starts with the nuclear division corresponding to the separation of daughter chromosomes known karyokinesis, and usually ends with division of cytoplasm known as cytokinesis. ഇനി ഈ ഒരു എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഡിവിഷനിൽ നിന്നാണ്. അതായത് ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സെല്ലിനും എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, മർമ്മമുണ്ട്. അപ്പോൾ ഈ ഒരു എം ഘട്ടം എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ന്യൂക്ലിയർ ഡിവിഷനിൽ നിന്നാണ്. പിന്നെ ഈ ഒരു നമുക്കറിയാം ഇവിടെ ഡോട്ടർ ക്രോമസോം സെപ്പറേഷൻ നടക്കുന്നുണ്ട്. അതായത് ഡോട്ടർ ക്രോമസോമുകൾ വേർപ്പെടുന്ന പ്രക്രിയയാണ് എന്ത്? കാരിയോകൈനേസിസ്. കാരിയോകൈനേസിസ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഡിവിഷൻ്റെ എം ഫേസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഡിവിഷൻ്റെ ആരംഭഘട്ടത്തിൽ നടക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ഇവിടെ ഡോട്ടർ ക്രോമസോംസുകൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഡോട്ടർ ക്രോമസോം സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കാരിയോകൈനസിസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ന്യൂക്ലിയർ ഡിവിഷന് ശേഷം എന്ത് നടക്കുന്നുണ്ട്? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനും നടക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? സൈറ്റോകൈനസിസ്. അപ്പോൾ കാരിയോകൈനസിസ് എന്താണ്? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോം. അതും ഈ ഒരു 2 ടേം പഠിച്ചു വെക്കുക. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോം ഈസ് നോൺ ആസ് കാരിയോകൈനസിസ്, ആൻഡ് ദി ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ഈസ് നോൺ ആസ് സൈറ്റോകൈനസിസ്. അപ്പോൾ എം ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? കാരിയോകൈനസിസ് അതായത് ന്യൂക്ലിയർ ഡിവിഷൻ. ഈ ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അവിടെ സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോംസും നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് കാരിയോകൈനസിസ്. ദെൻ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സൈറ്റോകൈനസിസ്.
The next point, the interphase, commonly called the resting phase, is the time during which the cell is preparing for division by undergoing both cell growth and DNA replication in an orderly manner. അപ്പോൾ എം ഫേസ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ അവിടെ രണ്ട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. ഇനി ഇൻ്റർഫേസ് എന്താണ്? ഇൻ്റർഫേസ് എന്ന് പറയുമ്പോൾ ഒരു കോശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ റെസ്റ്റിംഗ് ഫേസ് ആണ്. ഓക്കെ, ഒരു സെല്ലിൻ്റെ റെസ്റ്റിംഗ് ഫേസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇൻ്റർഫേസ് ആണ്. അതിന് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, ഒരു സെല്ലിൻ്റെ റെസ്റ്റിംഗ് ഫേസ് ഏതാണ്? ഇൻ്റർഫേസ്. ഓക്കെ, ഒരു നമ്മുടെ സെൽ ഡിവിഷൻ്റെ സമയത്ത് കോശത്തിൻ്റെ അല്ലെങ്കിൽ സെല്ലിൻ്റെ വിശ്രമാവസ്ഥ, അതായത് റെസ്റ്റിംഗ് ഫേസ് എന്ന് വിളിക്കുമെങ്കിലും ഈ ഒരു സമയത്ത് കോശം വിഭജനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് റെസ്റ്റിംഗ് ഫേസ് ആണെങ്കിലും ഈ ഒരു സമയത്ത് എന്താ നടക്കുന്നത്? സെൽ ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ. ഓക്കെ, അതായത് കോശവിഭജനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത് ഇത്തരം ഈ ഒരു ഫേസിലാണ്. അതുപോലെ തന്നെ സെൽ ഗ്രോത്ത്, DNA റെപ്ലിക്കേഷൻ എന്നിവ ക്രമാനുഗതമായിട്ട് ഇൻ്റർഫേസിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിംഗ് ഫേസ് ആണ്. പക്ഷെ റെസ്റ്റിംഗ് ഫേസ് ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു കോശ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ ഗ്രോത്ത്, DNA റെപ്ലിക്കേഷൻ എന്നിവ കൃത്യമായിട്ടും ഇൻ്റർഫേസിലും നടക്കുന്നുണ്ട്. ഓക്കെ, ദ ഇൻ്റർഫേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഫർദർ ഫേസസ്. ഇൻ്റർഫേസിനെ 3 ഘട്ടങ്ങളായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. ഓക്കെ, G1 ഫേസ് ഗ്യാപ്പ് 1, S ഫേസ് സിന്തസിസ് ആൻഡ് G2 ഫേസ് ഗ്യാപ്പ് 2 ഫേസ്. ഓക്കെ, ഇനി നമുക്കിതിൽ ഓരോ ഫേസസും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദെൻ G1 ഫേസ്. എന്താണ് G1 ഫേസ്? G1 phase corresponds to the interval between mitosis and initiation of DNA replication. അതായത് മൈറ്റോസിസിനും DNA റെപ്ലിക്കേഷൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെയും ഇടയിലുള്ള ഘട്ടമാണ് ഏത്? G1 ഫേസ്. ഓക്കെ, സെൽ ഈസ് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആൻഡ് ഗ്രോസ് ഇൻ സൈസ് ബട്ട് ഡസ് നോട്ട് റെപ്ലിക്കേറ്റ് ഇറ്റ്സ് DNA. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫേസിൽ, ഈ ഒരു ഘട്ടത്തിൽ സെല്ലുകൾ സജീവമായിട്ട് മെറ്റബോളിസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കോശ വളർച്ച സംഭവിക്കുന്നുണ്ടെങ്കിലും ഇവിടെ DNA ഇരട്ടിക്കുന്നില്ല. ദ നെക്സ്റ്റ് ഫേസ് ഈസ് S ഫേസ്. ഡ്യൂറിങ് S ഓർ സിന്തസിസ് ഫേസ്, അതായത് S ഫേസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സിന്തസിസ് ഫേസ് എന്ന്, അതായത് നിർമ്മാണ ഘട്ടം എന്ന ഫേസ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഡ്യൂറിങ് S ഓർ സിന്തസിസ് ഫേസ് ദ എമൗണ്ട് ഓഫ് DNA per cells doubles but there is no increase in the chromosome number. അതായത് ഈ ഒരു സിന്തസിസ് ഫേസിലാണ് DNA-യുടെ ഇരട്ടിക്കൽ നടക്കുന്നത്. ഓക്കെ, DNA-യുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഈ ഒരു S ഫേസിലാണ്. ഇവിടെ ഈ DNA-യുടെ അളവ് വർദ്ധിക്കുമെങ്കിലും ക്രോമസോമുകളുടെ എണ്ണം അവിടെ വർദ്ധിക്കുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇൻ ആനിമൽ സെൽ during the S phase DNA replication begins in the nucleus and the centriole duplicates in the cytoplasm. അപ്പോൾ ഈ ജന്തുകോശങ്ങളിലൊക്കെ, അനിമൽ സെൽസിലൊക്കെ ഈ ഒരു S ഫേസിൻ്റെ ആ ഒരു ഘട്ടത്തിൽ ന്യൂക്ലിയസിനുള്ളിലെ DNA-യുടെ റെപ്ലിക്കേഷൻ തുടങ്ങുകയും പിന്നെ അതുപോലെ തന്നെ സൈറ്റോപ്ലാസത്തിലെ അതായത് കോശദ്രവ്യത്തിലെ സെൻട്രിയോളുകൾ ഇരട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് ഫേസ് ഈസ് G2 ഫേസ്. G2 ഫേസിൻ്റെ പ്രത്യേകത എന്താണ്? സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്. അതായത് G2 ഫേസിലാണ് സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് മൈറ്റോസിസിനായിട്ട് അവിടെ എന്ത് നടക്കുന്നു? പ്രോട്ടീൻ സിന്തസിസ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സിന്തസിസ് ഓഫ് RNA ആൻഡ് പ്രോട്ടീൻ കണ്ടിന്യൂസ് ആൻഡ് ദ സെൽ ഈസ് പ്രിപ്പയർഡ് ഫോർ മൈറ്റോസിസ് ഫേസ്. അപ്പോൾ G2 ഫേസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? G2 ഫേസിൽ
പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ RNA സിന്തസിസ് നടക്കുന്നുണ്ട്. പിന്നെ അവിടെ ആ ഒരു സെൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. അതായത് കോശ വളർച്ച തുടരുകയും അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി വേറൊരു ഫേസും കൂടെ ഉണ്ട്, G0 ഫേസ്. ഓക്കെ, എന്താണ് ഈ ഫേസിൻ്റെ പ്രത്യേകത? സം സെൽസ് ഡു നോട്ട് ഷോ ഡിവിഷൻ, എക്സാമ്പിൾ ഹാർട്ട് സെൽസ്. അതായത് ചില സെൽസ് എന്ത് ചെയ്യുന്നില്ല, ഡിവൈഡ് ചെയ്യുന്നില്ല. അതായത് ചില സെൽസിന് ഡിവിഷൻ ഉണ്ടാകുന്നില്ല. അതിനുള്ള എക്സാമ്പിളാണ് ഏത്? ഹാർട്ട് സെല്ല്. നമ്മുടെ ഹൃദയത്തിൻ്റെ സെൽസ് ഡിവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദ സെൽസ് ദാറ്റ് ഡു നോട്ട് ഡിവൈഡഡ് further exit G1 phase and enter an inactive stage called quiescent stage. ഓക്കെ, അതായത് വിഭജിക്കാത്ത കോശങ്ങൾ G1 ഫേസിൽ നിന്നും പിന്മാറി ഒരു ഇനാക്റ്റീവ് സ്റ്റേജ്, ഓക്കെ, ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ക്യൂസിയൻ സ്റ്റേജ്. ഓക്കെ, the next one is, in animals mitotic cell division is seen only in the diploid somatic cells. ഇനി ജന്തുക്കളിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ നടക്കുന്നത് ഏത് സെല്ലിലാണ്? സൊമാറ്റിക് സെല്ലിലാണ്, അതായത് കായിക കോശങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ജന്തുക്കളിൽ ഡിപ്ലോയിഡ് ഡിവിഷൻ നടക്കുന്നത് ഏതിലാണ്? സൊമാറ്റിക് സെല്ലിൽ മാത്രമാണ് നടക്കുന്നത്. ഇനി ഇതിന് വിപരീതമായി പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ്, ഓക്കെ, പ്ലാന്റ്സിൽ ഹാപ്ലോയിഡ് കോശങ്ങളിലും ഡിപ്ലോയിഡ് കോശങ്ങളിലും മൈറ്റോസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് സെല്ലിൽ മൈറ്റോസിസ് നടക്കുന്നത് ഏതൊക്കെയാണ്? ഹാപ്ലോയിഡ് സെല്ലിലും നടക്കുന്നുണ്ട്, ഡിപ്ലോയിഡ് സെല്ലിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർഫേസ്, അതിലുള്ള വിവിധ ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മൈറ്റോസിസ്, ഓക്കെ, മൈറ്റോസിസിനെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, മൈറ്റോസിസ്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ വേർ chromosomes replicate and get equally distributed into two daughter cells. Hence, it is also called equational division. ഓക്കെ, അതായത് സെൽ ഡിവിഷനിലെ ഏറ്റവും നാടകീയമായ ഘട്ടം എന്ന് പറയാം. ഓക്കെ, ഏറ്റവും നാടകീയമായ ഘട്ടമാണ് ഇത്, ഈ ഒരു മൈറ്റോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഘട്ടത്തിൽ കോശത്തിലെ എല്ലാ ഘടകങ്ങളുടെയും പുനഃക്രമീകരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാതൃകോശത്തിൽ, ഓക്കെ, മദർ സെല്ലിലെയും പിന്നെ പുതുതായിട്ട് രൂപപ്പെടുന്ന ഡോട്ടർ സെല്ലിലെയും ക്രോമസോമുകളുടെ എണ്ണം ഒരുപോലെ ആയതിനാൽ ഈ ഒരു വിഭജന രീതി എന്താണ് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൽ ഡിവിഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്രോമസോം റിപ്ലിക്കേറ്റ് ഒക്കെ ചെയ്ത് ആ ഒരു സമയത്ത് ഡോട്ടർ സെല്ലിലെയും മദർ സെല്ലിലെയും ആ ഒരു ക്രോമസോമുകളുടെ എണ്ണം ഒരുപോലെ ആയതിനാൽ ഇവയെ ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത് ഏത് ഡിവിഷനാണ്? മൈറ്റോസിസ് ആണ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് മൈറ്റോസിസ് കീപ്സ് the chromosome number equal in daughter as well as parental cells. അപ്പോൾ മൈറ്റോസിസ് എപ്പോഴും ഡോട്ടർ സെല്ലിലെയും അതുപോലെ തന്നെ മദർ സെല്ല് ഓർ പാരൻ്റൽ സെല്ലിലെയും ക്രോമസോം നമ്പറിനെ എന്ത് ചെയ്യും? സെയിം ആക്കി നിർത്തും. ഓക്കെ, മൈറ്റോസിസ് യൂഷ്വലി ടേക്സ് പ്ലേസ് ഇൻ സൊമാറ്റിക് സെൽസ്. മൈറ്റോസിസ് നടക്കുന്നത് എവിടെയാണ്? സൊമാറ്റിക് സെൽസിലാണ് ഈ ഒരു മൈറ്റോസിസ് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ടൈപ്സ് ഓഫ് സെല്ലുണ്ട്. അത് സെക്സ് സെല്ലുണ്ട്, സൊമാറ്റിക് സെല്ലുണ്ട്. ഇതിൽ സൊമാറ്റിക് സെല്ലിലാണ് മൈറ്റോസിസ് പൊതുവായിട്ട് നടക്കുന്നത്. മൈറ്റോസിസ് ഈസ് ഡിവൈഡഡ് ഇൻടു 4 സ്റ്റേജസ് ഓഫ് ന്യൂക്ലിയർ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ മൈറ്റോസിസിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഓക്കെ, അപ്പോൾ എന്താണ് മൈറ്റോസിസ്? മൈറ്റോസിസിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷൻ്റെ ഒരു പ്രോസസ്സാണ് വേർ ക്രോമസോംസ് റിപ്ലിക്കേറ്റ് ആൻഡ് ഗെറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു 2 ഡോട്ടർ സെൽസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രോമസോം
റിപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് വിഭജിക്കുന്നുണ്ട്. അപ്പോൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു കോശം വിഭജിച്ച് 2 സെല്ലായിട്ട് മാറുന്നുണ്ട് അല്ലേ, ഡോട്ടർ സെല്ലായി മാറുന്നുണ്ട്. ഈ 2 ഡോട്ടർ സെല്ലിനെയും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ക്രോമസോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മൈറ്റോസിസിനെ എന്ത് വിളിക്കുന്നത്, ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്രോമസോം നമ്പർ ഡോട്ടർ സെല്ലിലും പാരൻ്റൽ സെല്ലിലും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, പിന്നെ മൈറ്റോസിസ് നടക്കുന്നത് എവിടെയാണ്, എപ്പോഴും സൊമാറ്റിക് സെൽസിലാണ് മൈറ്റോസിസ് നടക്കുന്നത്. ഇനി മൈറ്റോസിസിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. അപ്പോൾ ഏതൊക്കെയാണ് 4 ഫേസസ്, പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലെ ഓരോ സ്റ്റേജസും പിന്നെ അതിൽ ഓരോ സ്റ്റേജിലും നടക്കുന്ന അല്ലെങ്കിൽ അവിടെ ക്രോമസോമിൻ്റെ ആ ഒരു ഘടനയിലും അതിനെ എണ്ണത്തിലും നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്